ആമീസ് അടുക്കള ആൻഡ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ടർക്കിഷ് ചിക്കനും നാനുമാണ്. അപ്പോൾ അത് ടർക്കിഷ് ചിക്കൻ ഉള്ളത് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ എല്ലാം നേട ചെറിയ പീസാക്കി, തീരെ ചെറുതല്ല, ബോളോട് കൂടി എടുക്കാം, ബോൺലെസ്സും ചിക്കനും എടുക്കാം. അപ്പോൾ അത് നമുക്ക് മാറിനേറ്റ് ചെയ്യാം. അത് ചിക്കൻ നമുക്ക് ഇതിലോട്ടിടാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാതെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 സ്പൂണ് തൈര്, ഒരുപാട് പുളിയില്ലാത്ത തൈര് എടുക്കണം. 1 സ്പൂണ് ഓയിൽ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ടൊമാറ്റോ പ്യൂരി. ഇത് കാശ്മീരി ചില്ലിയ, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് ചെറിയ ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, വറ്റൽമുളക് ചതച്ചത്. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. 1 സ്പൂണ് വിനീഗർ, കുറച്ച് ഒറിഗാനോ, അതാ ഫ്ലേവറിന് വേണ്ടി മാത്രം മതി. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് പുരട്ടി വെക്കണം. നന്നായിട്ട് വേണ്ട നമ്മളതെല്ലാം മാറിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2 മണിക്കൂർ നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ചിക്കൻ നമ്മൾ 2 മണിക്കൂർ നേരം പുരട്ടി വെച്ചിരുന്ന ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വേവിച്ചിട്ട് ഫ്രൈ മാതിരിയാക്കി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിക്കാം. ഓയിലല്ലേ ബട്ടർ ഇടാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചിക്കൻ അതിലോട്ടിടാം. അഞ്ച് മിനിറ്റ് തീ ഏറ്റവും കൂട്ടി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിക്കാനാണ്. തുറന്ന് വെച്ച് ഒന്ന് ഇളക്കണം. വേണ്ട, അപ്പോഴത്തെ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ഇറങ്ങി വരും. ഇനി നമുക്ക് ഏറ്റവും സിമ്മിലാക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. ഇടയ്ക്ക് നോക്കി ഇളക്കി നോക്കണം. ഇതുകൊണ്ട് ചെറിയ തീരുന്നോണ്ട് ആകട്ടെ, വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴത്തെ നമുക്ക് ഇതിനുള്ള വേണ്ട ഒരു സോസ് റെഡിയാക്കാം, വൈറ്റ് സോസ് റെഡിയാക്കാം. അതിന് പാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിക്കാം. ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വെപ്പേ. അപ്പോൾ അതിലോട്ട് 2 സ്പൂൺ മൈദ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. സോസിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. അതുപോലെ കുറച്ച് വറ്റൽമുളക് ചതച്ചത്, കുറച്ച് ഒറിഗാനോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് കുറുകി വരണം, ഒരുപാട് കുറുകി പോകണ്ട, ഒരു ക്രീമി പരുവായി വരണം. നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും കുറുകി വന്നാൽ മതി. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം. കുരുമുളക് പൊടി വേണേലും ഉപ്പ് വേണേലും ഒക്കെ നോക്കിയിട്ടിടാം. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള നാൻ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് മൈദ എടുത്തേക്കുന്നത്, ഗോതമ്പിനകത്തും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഞാൻ മൈദ എടുത്ത് ശകലം ബേക്കിംഗ് പൗഡറും എടുത്ത് ഉപ്പും 1 സ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് പാലൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതുകൊണ്ട് കുഴച്ച് കൊണ്ടുവരാം.
വേണ്ട, അത് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തുറന്ന് വെച്ചു, അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് ഇത്രയും വറ്റി വരണം. ചിക്കൻ നല്ലതുപോലെ വെന്തും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ആ സോസ് ഒഴിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ആ സോസ് മൊത്തം ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇതൊരു അറബിക് ഡിഷാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മോസറല്ല ചീസ് ചേർക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ചെറുതായിട്ട് എന്നത് കുറച്ച് മതി. കുറച്ച് വറ്റൻമുളക് കൂടെ ചതച്ചത്. ഇനി ഇത് 1 മിനിറ്റ് നേരം വേണ്ട, ഒരു 30-40 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. നമുക്ക് തുറന്ന് നോക്കാം. കേട്ടോ, ചീസെല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നാൻ്റെ കൂടെ നമുക്ക് കാണിക്കാം. നമ്മൾ മൈദയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേണ്ടേ, ഇനി അതോരേ ബോൾസ് മാതിരിയാക്കി ചപ്പാത്തിയുടെ കൂട്ട് ഒന്നി റൗണ്ടിലെടുക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിക്കൊണ്ട് വരാം. നമ്മുടെ നാനും ടർക്കിഷ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം.